സ്വർണ്ണാഭരണ പ്രിയർക്ക് കനത്ത ആശങ്ക നൽകി സ്വർണ്ണവില കുതിച്ചു കയറുകയാണ്. രാജ്യാന്തര സ്വർണ്ണവിലയുടെ മുന്നേറ്റവും ഡോളറിനെതിരെ രൂപയുടെ റെക്കോർഡ് വീഴ്ചയുമാണ് കേരളത്തിലും സ്വർണ്ണവിലയുടെ കുതിപ്പിന് വഴിവെച്ചത്. താരിഫ് ഷോക്കിന് പിന്നാലെ ട്രംപ് H-1B വിസ ഫീസ് നിരക്ക് കൂട്ടിയത് ഇന്ത്യക്ക് മേൽ പടർത്തുന്ന ആശങ്ക രൂപയ്ക്ക് തിരിച്ചടിയായി. രൂപ വീണതോടെ സ്വർണം ഇറക്കുമതി ചെലവ് കൂടുമെന്ന ആശങ്കയും ആഭ്യന്തര വില കൂടാൻ ഇടയാക്കിയിട്ടുണ്ട്. നവരാത്രി, ദീപാവലി ഉത്സവകാലത്ത് ആഭരണ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇത് വിലയെ കൂടുതൽ ഉയരത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണവില കൂടുന്നത് സ്വർണ്ണക്കടക്കാരെ എങ്ങനെ ബാധിച്ചു എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയറക്ടർ ഷുഹൈബാണുള്ളത്. ശ്രീ ഷുഹൈബ്, ശരിക്കും സ്വർണ്ണ വ്യാപാരികളെ ഈ റെക്കോർഡ് വില വർധനവ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പവന് 28,000 രൂപയാണ് കൂടിയിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായി നമ്മളുടെ കച്ചവടത്തിന് ഒരു കുറവ് വരും. അത് ക്വാണ്ടിറ്റി സെയിലാണ് കുറവ് വരുന്നത്. നേരത്തെ ഒരു 50 പവൻ ആവശ്യമുള്ളവർ ഇന്നത്തെ 25 പവനിക്ക് 50 പവന്റെ മൂല്യം വരുന്ന സമയത്ത് അതിന്റെ ക്വാണ്ടിറ്റി സെയിൽ കുറയും. ആനുപാതികമായി അത് എല്ലാ കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ടാക്സും പണിക്കൂലിയും ഒക്കെ ചേർത്ത് ഒരു പവൻ വാങ്ങാൻ എത്ര രൂപയാണ് നമ്മൾ ചെലവാക്കേണ്ടത്? അതിന്റെ ഒരു റേറ്റുകൾ ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? ഈ GST, ഹോൾമാർക്ക് ഫീസ്, മിനിമം പണിക്കൂലി, ഇതൊക്കെ ചേർത്ത് എത്ര രൂപയാകും? ഇന്നത്തെ സ്വർണ്ണവില 83,840 ആണ്. അപ്പോൾ ഓരോ ഡിസൈനും ഓരോ പണിക്കൂലിയാണ് വരുന്നത്. കേരള, കൽക്കട്ട, നഗാസ്, സിഗ്നറ്റീവ് വർക്കുകൾ, ടെമ്പിൾ കളക്ഷൻസ്, നൂറ കളക്ഷൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ആവറേജ് ഇന്നത്തെ സ്വർണ്ണവിലയും ടാക്സും അതിന്റെ ഹോൾമാർക്കിംഗ് ചാർജും പണിക്കൂലിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 90,000 രൂപ എങ്കിലും ഒരു പവനിക്ക് ഇന്ന് വേണ്ടി വരും. ഈ നവരാത്രി, ദീപാവലി ഉത്സവകാലത്ത് ആഭരണ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ വില ഇനിയും കൂടുമോ അതനുസരിച്ച്? എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ആഗോള മാർക്കറ്റാണ് ഗോൾഡ് വിലയുടെ റേറ്റുകൾ നിശ്ചയിക്കുന്നത്. അപ്പോ വരാൻ പോകുന്ന നവരാത്രി, ദീപാവലിയൊക്കെ വരുമ്പോൾ എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഗോൾഡ് വില കൂടാനാണ് സാധ്യത. ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ആഗോള തലത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാറ് പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അമിതമായി കൂടും. അല്ലെങ്കിൽ ക്രമാതീതമായി ഈ വിലയിൽ നിന്നൊരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നു. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ സ്വർണ്ണ വ്യാപാരികളുടെ പ്രതീക്ഷ എന്താണ്? അടുത്ത കാലത്തെങ്ങാനും ഈ സ്വർണ്ണവില കുറയുമോ? ഒരു വ്യാപാരി എന്ന നിലയിൽ സ്വർണ്ണവില കുറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലൊന്നും ഒരു കുറവ് വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ കൂടിയതിനനുസരിച്ചൊരു കുറവുകൾ വന്നിട്ടില്ല. ഇനിയും ഗോൾഡ് റേറ്റ് കൂടാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർണ്ണവില ഇത്രയും കൂടിയ സാഹചര്യത്തിൽ ആളുകൾ ഈ സ്വർണം വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടോ? ഈ സ്വർണം ഒരു നിക്ഷേപമാണ്. സ്വർണം വാങ്ങിച്ച ആർക്കും പരാജയമുണ്ടാവുകയില്ല. സ്വർണം ആവശ്യം കഴിഞ്ഞ് അത് വിൽക്കാൻ പോകുമ്പോഴും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അതിന്റെ മൂല്യം കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് സ്വർണം വാങ്ങിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വർണം ഒരു നിക്ഷേപമായി കാണുകയും മറ്റേത് കമ്മോഡിറ്റിയേക്കാളും കൂടുതൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫാസ്റ്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയാണ് ഗോൾഡ്. അതുകൊണ്ട് വാങ്ങിക്കുന്നവനിക്ക് ഒരിക്കലും നഷ്ടം വരികയില്ല. ഈ കല്യാണ പാർട്ടികൾ ശരിക്കും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആണല്ലോ. കല്യാണ ഓർഡറുകൾ ഇപ്പോൾ എങ്ങനെയാണ്? അവർ വാങ്ങുന്ന ആഭരണത്തിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടോ? സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളെ സംബന്ധിച്ച് അവരുടെ വിവാഹം എന്ന് പറയുന്ന ഒരു സ്വപ്നം, അവരെ സ്വർണം അണിയിച്ച് മണ്ഡപത്തിൽ കയറ്റുന്ന ജാതി മതഭേദമന്യേ, അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരവും മാതാപിതാക്കളുടെ ഒരു ശീലവും. അതുകൊണ്ട് ഗോൾഡിന്റെ ഉപയോഗം ആർക്കും കുറയ്ക്കാൻ കഴിയില്ല.
നേരെ മറിച്ച് ഉപയോഗത്തിന്റെ ക്വാണ്ടിറ്റി കുറയും. റേറ്റ് കൂടുന്ന അനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അത് കച്ചവടക്കാരെ സംബന്ധിച്ച് ക്വാണ്ടിറ്റി മുൻകാലത്ത് 100 പവൻ വാങ്ങിക്കുന്നവർ ഇപ്പൊ 50 പവൻ വാങ്ങിക്കും. ഈ 50 പവൻ വാങ്ങിക്കുന്ന ആള് 25 പവനിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ക്വാണ്ടിറ്റി സെയിൽ കുറയും. പക്ഷെ സ്വർണത്തിന്റെ മൂല്യം കൂടുന്നത് കൊണ്ട് കച്ചവടത്തെ അത്തരത്തിൽ അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ആളുകൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്കുള്ള ഗുണം എന്താണ്? സ്വർണത്തിന്റെ നിക്ഷേപത്തെ കുറിച്ച് പറഞ്ഞാല് 1 ഗ്രാം മുതൽ നമുക്ക് ലീഗലായി സ്വർണത്തിന്റെ ബിസ്ക്കറ്റ്, അതായത് തങ്കം 24 ഉൾപ്പെടെ നമുക്ക് വാങ്ങിച്ച് സേവ് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ടാക്സ് അടച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ക്വാളിറ്റി ബുള്ളിയൻ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. തൃശ്ശൂര് ഞങ്ങൾക്കുണ്ട്. അവിടെ ബുള്ളിയൻ, അതായത് കിലോ ബാർ പ്യുവർ തങ്കം കിട്ടും. അത് 100% ടാക്സ് ബില്ല് ബാങ്ക് വഴി മാത്രമേ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ആഭരണമല്ലാതെയും സ്വർണം സേവ് ചെയ്യാനായിട്ട് സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. നിയമവ്യവസ്ഥകൾ പാലിച്ച് ഗോൾഡ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അതൊരു ഗുണമായി മാറും. നാളത്തെയുടെ കരുതൽ ധനമായി മാറും. നമ്മുടെ റിസർവ് ബാങ്ക് പോലും സ്വർണമാണ് ശേഖരിക്കുന്നത്. സ്വർണം ശേഖരിച്ചു വെച്ചതിന് ശേഷമാണ് നമ്മുടെ കറൻസി പോലെയുള്ളത് പ്രിന്റ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സമ്പദ്ഘടന തന്നെ സ്വർണം കരുതലായി സേവ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പോലും അവന്റെ കയ്യിൽ വരുന്ന പൈസ അവൻ കരുതലായി ഗോൾഡ് വാങ്ങിച്ചു വെച്ചാൽ നാളെ ഇന്നത്തെ രീതി അനുസരിച്ച് നാളെ അതിന്റെ റേറ്റിന്റെ ഫ്ലക്ച്വേഷൻ വെച്ച് വലിയൊരു പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർണം വാങ്ങിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം GSTയിലൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ GST അടക്കമുള്ള നികുതി നയങ്ങളുണ്ടല്ലോ, അത് എത്രത്തോളം ഈ സ്വർണ്ണക്കടക്കാരെ ബാധിക്കുന്നുണ്ട്? ഇപ്പോ സർക്കാരിന്റെ നയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനൊരു വ്യാപാരി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് സർക്കാരിന്റെ നിയമവ്യവസ്ഥകളെ പാലിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തോട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ സംസാരിക്കേണ്ടത് ആഗോളതലത്തിലും കേരളത്തിലുമൊക്കെ നമ്മുടെ സ്വർണ്ണ വ്യാപാരികൾക്ക് സംഘടനകളുണ്ട്, അതിൽ നേതാക്കളുണ്ട്. അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും മിനിസ്ട്രി തലത്തിലുള്ള മന്ത്രിമാരുമൊക്കെ ആയി സംസാരിച്ച് പല ടാക്സിന്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം അത്തരത്തിലുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. എന്നെ പോലുള്ള ഒരു സാധാരണ ബിസിനസ്സുകാരന് ആധികാരികമായി ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ സ്വർണ്ണവില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടോ? അതായത് ഈ റോൾഡ് ഗോൾഡ് ആഭരണങ്ങളിലോ മറ്റ് വെള്ളി ആഭരണങ്ങളിലേക്കോ ഉപഭോക്താക്കൾ എത്തുന്നതായി തോന്നുന്നുണ്ടോ? ആൾക്കാരുടെ പാഷൻ എന്ന് പറയുന്നത് ഈ സ്വർണ്ണവില കൂടുന്നതുകൊണ്ട് മാത്രമല്ല, സ്വർണത്തിനു പകരം ഇന്ന് കൂടുതലായി ഡയമണ്ട് അല്ലെങ്കിൽ പ്രീഷ്യസ് സ്റ്റോണുകളുടെ ആഭരണങ്ങൾ അങ്ങനെയൊക്കെ ആൾക്കാർ കൺവെർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചു ഗോൾഡിന് പകരമായി കാണുന്നതല്ല. ഗോൾഡിന്റെ റേറ്റ് കൂടുമ്പോൾ അതിനോടനുബന്ധിച്ച് ഡയമണ്ടിനുമൊക്കെ മൂല്യമുള്ളത് കൊണ്ട് അതൊക്കെ ആൾക്കാർ സ്വീകരിക്കാറുണ്ട് സാധാരണ. പിന്നെ റോൾഡ് ഗോൾഡ്, സിൽവർ ഇതെന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ ട്രെൻഡും ഓരോ ഫാഷനും ഉണ്ട്. ആ ഫാഷൻ സങ്കല്പത്തിനനുസരിച്ച് അവരുടെ മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവാം. എന്ന് വിചാരിച്ച് അതൊന്നും ഗോൾഡിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ചില സ്വർണ്ണക്കടക്കാർ പറയുന്നത് പഴയ പോലെ ആളുകളൊന്നും സ്വർണം വാങ്ങാൻ വരുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ജ്വല്ലറി മേഖല പോകുന്നുണ്ടോ? കാര്യങ്ങൾ അങ്ങനെ എത്തുമോ? ഒരിക്കലുമില്ല. ആൾക്കാർ കടയിൽ വരാതിരിക്കുന്നതൊന്നുമില്ല. ആൾക്കാർ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 13 ജ്വല്ലറി കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലൊരു ജ്വല്ലറി ഉണ്ട്. അപ്പോ ബിസിനസ് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബിസിനസ് നടന്നാലേ പറ്റൂ, ഒരു സമൂഹം ജീവിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ബിസിനസ് വരായികയൊന്നുമില്ല. സ്വാഭാവികമായി റേറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന
നേരത്തെ ഞാൻ പല നിങ്ങളോട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി കുറയും. അതൊരു പ്രതിസന്ധിയായി കാണേണ്ടതില്ല. കാരണം ഇത് ഈ ഓരോ കമ്മോഡിറ്റിക്കും അതിന്റെ മൂല്യങ്ങൾ വർദ്ധിക്കുന്നത് കാലത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ ക്ലൈമറ്റിനനുസരിച്ച്, ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുമല്ലോ. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായി വരുന്ന സ്വർണ്ണവിലയുടെ കയറ്റവും ഇറക്കവും. അത് കച്ചവടക്കാർ അതിനെ സഹിച്ചേ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഷുഹൈബ്.